ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മെയ് 1 തീയതി കേരള ബോക്സ് ഓഫീസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 4 സിനിമകളുടെ കേരള പ്രീ സെയിൽ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം മുതൽ 20-ാം ദിവസം വരെ തിയേറ്ററുകളിലെ പ്രീ സെയിൽ കണക്കിലാണെങ്കിലും പ്രതിദിന കളക്ഷനിലാണെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ രാജാവായി ഒന്നാമതായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമയാണല്ലോ ആവേശം. ഇപ്പോഴത്തെ കൃത്യം 21-ാം ദിവസം ഫഹദിന്റെ ആവേശം ആ സിനിമയുടെ കഴിഞ്ഞ 20 ദിവസങ്ങളിലായിട്ടുണ്ടായിരുന്ന രാജകീയ സ്ഥാനം മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. ആവേശത്തിന്റെ ഇന്നത്തെ പ്രീസെയിൽ കളക്ഷൻ ഏകദേശം 50 ലക്ഷത്തിന് മുകളിലാണ്. ഏറ്റവും കുറവ് പ്രീസെയിൽ ലഭ്യമായ ദിവസമാണെന്ന് മെയ് 1 പോലും ഇപ്പോഴും മികച്ച ഹോൾഡോടെ സിനിമ മുന്നേറുന്നു. ആവേശം കഴിഞ്ഞാൽ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയിട്ടുണ്ടാകുക അത് ദിലീപിന്റെ പവി കെയർ ടേക്കർ ആയിരിക്കുമെന്നാണ് കൂടുതൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുക. എങ്കിൽ അങ്ങനെയല്ല. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്കാണ് ഇന്ന് പവി കെയർ ടേക്കറിനേക്കാൾ കൂടുതൽ കേരള പ്രീസെയിൽ എന്ന പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഏകദേശം 11,50,000 മുകളിലാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഇന്നത്തെ 21-ാം ദിവസത്തെ കേരള പ്രീസെയിൽ ഗ്രോസ് കളക്ഷൻ. ശേഷം 4-ാം സ്ഥാനത്താണ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപിന്റെ പവി കെയർ ടേക്കർ എന്ന സിനിമ. ഇന്ന് പ്രീസെയിൽ കണക്കിൽ ഇടം നേടിയെടുത്തിരിക്കുന്നത് 10 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ ഇന്നത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ. ഇന്ന് മെയ് 1 തീയതി അവധി ദിനത്തിൽ ആഴ്ചകൾക്കും ദിവസങ്ങൾക്കും മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകൾക്കും മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയോടൊപ്പം മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. ഇന്നേ ദിവസം ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്ന സിനിമ അത് നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ തന്നെയാണ്. നിവിന്റെ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമ സോഷ്യോ പൊളിറ്റിക്കൽ ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ 1 കോടി രൂപയ്ക്ക് മുകളിൽ 1,07,00,000 ഇന്ന് മെയ് 1 തീയതി കേരളത്തിൽ പ്രീസെയിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു തുടക്കം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തു എന്ന് നിസ്സംശയം പറയാം. ഇനി സിനിമ പ്രീസെയിൽ കളക്ഷൻ ട്രാക്കിംഗ് കളക്ഷൻ അല്ലാതെ എത്രത്തോളം കളക്ഷൻ യഥാർത്ഥത്തിൽ നേടിയെടുക്കുമെന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം.